ഒരാളുടെ മരണത്തെ 7 മാസത്തെ ആക്യുറസിയിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് ജേണൽ ഫോർ അമേരിക്കൻ മെഡിക്കൽ സൊസൈറ്റി ഡിക്ലെയർ ചെയ്തു. ഇത് ഒരു കൊളസ്ട്രോൾ ടെസ്റ്റോ ലാബിൽ നടത്തുന്ന ഒരു ടെസ്റ്റോ സാധാരണയിൽ നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള ജനറ്റിക് ടെസ്റ്റോ ഒന്നുമല്ല. ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇതൊരു വാക്കിംഗ് ടെസ്റ്റാണ്. എത്ര വേഗതയിൽ ഒരാൾ നടക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി എത്ര കാലം അയാൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്നാണ് സയൻസ് പറയുന്നത്. 34,000-ഓളം ആൾക്കാരിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അത് കണ്ടെത്തിയിട്ടുള്ളത് 1 മണിക്കൂറിൽ 2.87 കിലോമീറ്റർ നടക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ താഴെയാണ് നിങ്ങളുടെ നടപ്പിന്റെ വേഗതയെങ്കിൽ നിങ്ങളുടെ മരണം വളരെ ആസന്നമാണ്. ഉടൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുന്ന പലതരത്തിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഉണ്ടാവാം. കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം. ഇതെല്ലാം മരണത്തിലേക്ക് വളരെ വേഗതയിൽ നയിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് റിവീൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ആർക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ജേണൽ ഫോർ അമേരിക്കൻ മെഡിക്കൽ സൊസൈറ്റിയുടെ ഒരു സ്റ്റഡിയാണ്. അപ്പോൾ നമ്മുടെ നടപ്പിന്റെ വേഗതയെക്കുറിച്ച് നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് എന്തുമാത്രം ആരോഗ്യമുണ്ടെന്ന്. മരണഭീതി കൂട്ടാനോ നടക്കുന്നതിന്റെ വേഗത കുറഞ്ഞാൽ ഇപ്പൊ തന്നെ മരിച്ചു പോകുന്ന ഉള്ളൊരു ഭയം ഉണ്ടാക്കാനൊന്നും അല്ല ഞാനിത് പറഞ്ഞത്. ഇങ്ങനെ സ്റ്റഡി റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്പീഡ് വാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.